ഒരു കാലത്തും മാറ്റമില്ലാതെ നിൽക്കുന്നതാണ് ഫെയ്ത്ത്. അത് അന്ധമാണ്, അന്ധവിശ്വാസം എന്ന് മാത്രമേ ഉള്ളൂ. വിശ്വാസം അന്ധവിശ്വാസം രണ്ടില്ല. സത്യമാണെങ്കിലും എനിക്ക് അംഗീകരിച്ചു കൊടുക്കാൻ പറ്റുമോ? പറയുന്നതൊന്ന് പ്രവർത്തിക്കുന്ന വേറൊന്നും. നിങ്ങൾക്ക് ഇപ്പൊ ഒരു കൊട്ടേഷൻ കൊടുത്ത് നിങ്ങൾക്കോ വേറെ ആർക്കെങ്കിലും ചെയ്ത് തീർക്കാവുന്നതല്ലാത്ത ഒരു കാര്യം, ഒരു അസുഖം, എന്റെ മരണം, തീയതി, സമയം ഇപ്പൊ നിങ്ങൾ ഇവിടെ പ്രവചിക്കുക. ആളുകൾ മൊത്തം കേൾക്കുകയാണ്. പണി പിന്നെയും പാളി. നിങ്ങളുടെ ആത്മീയത എന്ന് പറയുന്നത് ആഴം അറിയണമെങ്കിൽ ഇതിപ്പോ പ്രവചിക്കൂ. ഇപ്പൊ പ്രവചിക്കൂ, ഞാൻ റെഡിയാ. പ്രവചിക്കല്ല, രണ്ടും തരികയാണ്. നീ ആരടാ എന്നോട് എതിർക്കാൻ? ഇങ്ങോട്ട് ഇറങ്ങി വാടാ എരപ്പാളി. തന്തക്ക് പിറന്നവനാണെങ്കിൽ ഇറങ്ങി വാടാ. ഒന്ന് പോവാടാ മരമാക്കി പോയി തരത്തി പോയി കളിക്കടാ. എല്ലാ സാമിമാരും ഉത്തരം മുട്ടുമ്പോൾ ആസാമ്യമാരാവും. ഒരു മാറ്റം ഇല്ല. അദ്ദേഹത്തിനോട് പറഞ്ഞു, അദ്ദേഹം തർക്കശാസ്ത്രം പോലെ പകുതി അടഞ്ഞു കിടക്കുന്ന കഥവെന്നും പകുതി തുറഞ്ഞു കിടക്കുന്ന കഥവെന്നും പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ആണോ? ഭയങ്കര. എന്നിട്ട് അദ്ദേഹത്തെ വിശ്വസിച്ച ഒരു പെണ്ണിനെ അദ്ദേഹം സംരക്ഷിക്കാതെ അദ്ദേഹം അത് മോഹിപ്പിച്ച് പറ്റിച്ചതിന് അതും വഞ്ചനയല്ലേ എന്ന് ചോദിക്കൂ. നീ എന്ത് തേങ്ങയാണ് പറയുന്നേ? എനിക്കൊന്നും മനസ്സിലാവുന്നില്ലല്ലോ. പേഴ്സണൽ കാര്യം ഞാൻ ഒരാളെ പ്രേമിച്ചു വഞ്ചിച്ചു എന്ന് ഈ ഹിമവൽ ബത്തിയുടെ വത്സന് നമ്മെ കുറിച്ചൊന്നും അറിയില്ല എന്ന് തോന്നുന്നു. അകക്കണ്ണാൽ ഹിമവൽ ചൈതന്യ സ്വാമിജി എല്ലാം കാണും, അറിയും. ആ പേരോ നാളോ ഇവിടെ വെച്ചാൽ ഞാൻ നാളെ മുതൽ അദ്ദേഹത്തിന്റെ ശിഷ്യനാണ്. അദ്ദേഹത്തിന് പാദസേവ ചെയ്ത അദ്ദേഹത്തിന്റെ ശിഷ്യനാണ്. ഞാനൊരു പെൺകുട്ടിയെ പ്രേമിച്ചു വഞ്ചിച്ചു എന്ന് അദ്ദേഹം ഇവിടെ തെളിയിക്കണം. പറ്റിക്കാൻ വേണ്ടി പറയണല്ലോ സാറേ. പക്ഷെ പറ്റിക്കാൻ വേണ്ടിയിട്ടാണെങ്കിലും ആരോട് ഇങ്ങനെയൊന്നും പറയണമെന്ന് പറയണം സാർ. ഒരു മിനിറ്റ്, പ്രേമം എന്താണെന്ന് അയാൾ ആദ്യം ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്യട്ടെ. പ്രേമം എന്നാൽ എന്താണ് പെണ്ണേ? അത് കരളിനുള്ളിലെത്തിയാണു കണ്ണേ. ഇനിയിപ്പോ ഞാനത് എക്സ്പ്ലെയിൻ. ഞാൻ പ്രേമിച്ചു വഞ്ചിച്ചു. ഞാൻ പ്രേമിച്ചു വഞ്ചിച്ചത് ആൾക്ക് അറിയാം. എന്റെ ഐഡിയ പോയി. നിന്റെ ഐഡിയ നിന്നെ പട്ടി. അല്ലല്ല, പ്രേമം ഇനി ഞാൻ ആൾക്ക് പറയണം. എന്നിട്ട് ആ പ്രേമം എനിക്ക്